യാക്കോബിന്റെ ലേഖനം യവനഭാഷയിൽ നോക്കുകയാണെങ്കിൽ അവന്റെ പേർ യാക്കോബോസ് എന്ന് കാണുന്നു. അത് എബ്രായ തർജിമയിൽ യാക്കോവ് എന്നാണ്. അതിനാലാണ് പുരാതനവും നവീനവുമായ തർജിമകൾ അവന്റെ പേരിനെ യാക്കോബ് എന്ന് ആക്കിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ അനേകം യാക്കോബുമാർ ഉണ്ട്. അതിൽ 2 പേർ യേശുവിന്റെ 12 ശിഷ്യന്മാരുടെ ഇടയിലുള്ളതാണ്. പക്ഷേ ഈ ലേഖനം യേശുവിന്റെ അർദ്ധസഹോദരനിൽ നിന്നുള്ളതാണ്. ഈ യാക്കോബിനെക്കുറിച്ചുള്ള കഥ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നും പൗലോസിന്റെ ലേഖനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. പത്രോസ് പുതിയ സഭകൾ ആരംഭിക്കുവാനായി യെരുശലേമിൽ നിന്നും പോയ ശേഷം യേശുവിന്റെ അർദ്ധസഹോദരനായ യാക്കോബ് ഒരു പ്രധാന നേതാവ് എന്ന നിലയിൽ യെരുശലേമിലെ മാതൃസഭയിൽ എഴുന്നേറ്റു. ഇതിലുള്ളവർ പ്രധാനമായും മശിഹ അഥവാ ക്രൈസ്തവ യഹൂദന്മാരാൽ ആയിരുന്നു. ഇത് ഏറ്റവും ആദ്യത്തെ ക്രൈസ്തവ സമൂഹമായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ യാക്കോബ് നേതാവായിരുന്ന 20 വർഷക്കാലം അത് വളരെ പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഒരു ക്ഷാമമുണ്ടായിരുന്നു. അത് ആ പ്രദേശത്തെ ദാരിദ്ര്യത്തിലേക്ക് നയിച്ചു. ഈ മശിഹ യഹൂദന്മാർ യെരുശലേമിലുള്ള യഹൂദ നേതാക്കന്മാരാൽ ഉപദ്രവിക്കപ്പെട്ടു. പക്ഷേ ഇതിന്റെ എല്ലാം ഇടയിലും യാക്കോബ് യെരുശലേം സഭയുടെ ഒരു തൂണായി അറിയപ്പെട്ടു. അവൻ ദാരുണമായി കൊല ചെയ്യപ്പെടുന്നതുവരെ ജ്ഞാനത്തോടും ധൈര്യത്തോടും മറ്റുള്ളവരോട് സമാധാനമുണ്ടാക്കി നയിച്ച ഒരാളായി അറിയപ്പെട്ടു. ഈ പുസ്തകത്തിൽ യാക്കോബിന്റെ ഉപദേശങ്ങളും ജ്ഞാനവും ഹ്രസ്വമായി ചുരുക്കിയ ഒരു ശക്തമായ പ്രവൃത്തിയുടെ പാരമ്പര്യമാണ് ഉള്ളത്. ഈ പുസ്തകം ഒരു കത്ത് തുടങ്ങുന്നതുപോലെയാണ് ആരംഭിക്കുന്നത്. അവൻ ഇസ്രായേലിന് പുറത്ത് ജീവിക്കുന്ന എല്ലാ മശിഹ യഹൂദന്മാർക്ക് അഭിവാദ്യം ചൊല്ലുന്നു. പൗലോസിന്റെ ലേഖനങ്ങളെപ്പോലെ ഒരു പ്രാദേശിക സഭയിലെ പ്രത്യേക പ്രശ്നങ്ങളെ അവൻ സംബോധന ചെയ്യുന്നതുപോലെയല്ല ഇത് വായിക്കുന്നത്. മറിച്ച് ഈ പുസ്തകം യേശുവിന്റെ എല്ലാ അനുയായികൾക്കുമായുള്ള യാക്കോബിന്റെ ജ്ഞാനത്തിന്റെ ഒരു സമഗ്രമാണ്. യാക്കോബിന്റെ ലക്ഷ്യം ദൈവശാസ്ത്രപരമായ പുതിയ വിവരങ്ങൾ പഠിപ്പിക്കുകയല്ല, മറിച്ച് അവൻ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് വെല്ലുവിളിക്കുവാൻ ആഗ്രഹിക്കുന്നു. യാക്കോബിന്റെ ജ്ഞാനം ബൈബിളിലുള്ള 2 ഭാഗങ്ങളാൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടതാണ്. ആദ്യത്തേത് ദൈവരാജ്യത്തിലെ ജീവിതത്തെക്കുറിച്ചുള്ള യേശുവിന്റെ ഉപദേശമാണ്, പ്രധാനമായും ഗിരിപ്രഭാഷണം. അത് അവൻ ഈ പുസ്തകത്തിൽ നിരന്തരം ആവർത്തിക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാന സ്വാധീനം ബൈബിൾ ജ്ഞാനപുസ്തകമായ സദൃശ്യവാക്യങ്ങളാണ്, പ്രധാനമായും 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിലെ കാവ്യങ്ങൾ. യാക്കോബ് അക്ഷരാർത്ഥത്തിൽ യേശുവിനും സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിനും ഒപ്പമാണ് വളർന്നത്. അതിനാൽ അവന്റെ സ്വന്തം ഉപദേശങ്ങളും ഇപ്പോൾ അവയെപ്പോലെയാണ്. ഇത് അവയുടെ ഭാഷയാലും അലങ്കാര പ്രയോഗങ്ങളാലും മുദ്ര ചെയ്തിരിക്കുന്നു. ഈ പുസ്തകം അലങ്കാരങ്ങളും എളുപ്പമായി ഓർക്കുവാൻ കഴിയുന്ന ലഘുമൊഴികളും നിറഞ്ഞ ആഹ്വാനം ചെയ്യുന്ന ചെറിയ ജ്ഞാനപ്രസംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ ചുരുക്കത്തിൽ ഈ മശിഹാ സമൂഹം യഥാർത്ഥ ജ്ഞാനികളായിത്തീരുവാൻ തോറയെക്കുറിച്ചുള്ള യേശുവിന്റെ സംഗ്രഹത്തിനനുസൃതമായി അവർ ദൈവത്തെ സ്നേഹിച്ചും അയൽക്കാരനെ തന്നെപ്പോലെ സ്നേഹിച്ചും ജീവിക്കുവാൻ യാക്കോബ് അവരെ ആഹ്വാനം ചെയ്യുന്നു. ഈ പുസ്തകത്തിന്റെ കാതലായ ഭാഗം 2 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിലാണ്. യേശുവിന്റെ പാതയോട് പൂർണ്ണഹൃദയ ഭക്തിയോടെ ആയിരിക്കുവാൻ ദൈവജനത്തെ ആഹ്വാനം ചെയ്യുന്ന 12 ലഘു ഉപദേശങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നു. ഇവയെല്ലാം ചേർന്ന് ഏതെങ്കിലും ഒരു പ്രധാന ആശയത്തെ നേരിട്ട് രൂപപ്പെടുത്തുന്നില്ല. ഓരോ ഉപദേശവും ഒറ്റപ്പെട്ടു നിൽക്കുകയും ആകർഷകമായ ഒരു ഒറ്റ വരിയിൽ അവസാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഉപദേശങ്ങളെല്ലാം ആവർത്തിച്ചു വരുന്ന പ്രധാന പദങ്ങളും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് വളരെ രസകരമാണ്. പുസ്തകത്തിന്റെ ആരംഭത്തിൽ 2 ഉപദേശങ്ങളുണ്ട്. ആദ്യത്തേത് പക്ഷപാതിത്വത്തെയും സ്നേഹത്തെയും കുറിച്ചാണ്. യാക്കോബ് ഇവിടെ തുറന്നു കാട്ടുന്നത് എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്ന വ്യക്തികളോട് നാം പ്രീതി കാണിക്കുന്നതെന്നാണ്. അതിന് കഴിയാത്ത ആളുകളെ നാം അവഗണിക്കുന്നു. സാധാരണയായി അവർ ദരിദ്രർ ആയതിനാലാണ്. യാക്കോബ് പറയുന്നു, ഇത് യേശു നിർവചിച്ച സ്നേഹത്തിന് വിപരീതമാകുന്നു. സത്യസന്ധമായ വിശ്വാസം എങ്ങനെയാണെന്നും എങ്ങനെ അല്ല എന്നും അവൻ കാണിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും തങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുകയും ആവശ്യക്കാരെയും ദരിദ്രരെയും അവഗണിക്കുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ വിശ്വാസം മരിച്ചതാണെന്ന് അവൻ പറയുന്നു. അവരുടെ പ്രവൃത്തികൾ അവർ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നതിനെ വഞ്ചിക്കുന്നു. സത്യസന്ധമായ വിശ്വാസം എല്ലായ്പ്പോഴും യേശുവിന്റെ ഉപദേശങ്ങളെ അനുസരിക്കുന്നതിന് കാരണമാകുന്നു. പുസ്തകത്തിന്റെ ചട്ടക്കൂടിൽ ഉടനീളം ചിതറിക്കിടക്കുന്ന 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമ്മുടെ വാക്കുകളെക്കുറിച്ചുള്ള യേശുവിന്റെ സ്വന്തം ഉപദേശത്തെ യാക്കോബ് വിപുലീകരിക്കുന്നതായി കാണുന്നു. ഒരേ നാവുകൊണ്ട് നാം ആളുകളെ വേദനിപ്പിക്കുകയും പിന്നീട് ദൈവത്തിന് മഹത്വവും അർപ്പിക്കുന്നു. വളരെ താളം തെറ്റിയ ജീവിതമാണിത്. കൂടാതെ നാം മനുഷ്യരെ വിധിക്കുകയും അവരെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. നാം എല്ലാവരും സത്യത്തെ നമ്മുടെ സ്വന്തം നേട്ടത്തിനു വേണ്ടി വളച്ചൊടിക്കുന്നതിന് തുനിയുന്നു. നാം എങ്ങനെയാണോ മനുഷ്യരെക്കുറിച്ച് പറയുന്നത്, അത് നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ജീവിത മൂല്യത്തിലേക്കും ഒരു ജാലകം തുറന്നുവയ്ക്കുന്നു. നമ്മുടെ വാക്കുകൾ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യം പറയുന്നു.
യാക്കോബ് വിശ്വസിക്കുന്നത് ദൈവരാജ്യ സമൂഹം എന്നത് യേശു അതിനെക്കുറിച്ച് പഠിപ്പിച്ചതുപോലെ ധനവും സാമൂഹിക പദവികളും ഉപയോഗിച്ച് രൂപപ്പെടുത്തിയ ഭിന്നതയെ പൊളിച്ചു നീക്കുന്ന സ്ഥലം എന്നാണ്. അവൻ ആദ്യം മുന്നറിയിപ്പ് നൽകുന്നത് ധനം എല്ലായ്പ്പോഴും കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നവരിൽ അത് സൃഷ്ടിക്കുന്ന അഹങ്കാരത്തെക്കുറിച്ചാണ്. അവൻ പറയുന്നത് നിങ്ങളുടെ ധനം ഒരു ദിവസം നിങ്ങളെപ്പോലെ തന്നെ പുഴുവരിച്ചു പോകും. ഇതിന് വ്യത്യസ്തമായി ദൈവത്തിന്റെ ജനം എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുവാൻ തിരിച്ചുവരുന്ന യേശുവിന് വേണ്ടിയുള്ള പ്രത്യാശയോടും ക്ഷമയോടും ജീവിക്കണം. ഇത് വിശ്വാസം നിറഞ്ഞ ഒരു പ്രാർത്ഥനാ ജീവിതത്തെ പ്രചോദിപ്പിക്കും. ഇപ്പോൾ പുസ്തകത്തിന്റെ ഈ ഭാഗവും ഉപദേശങ്ങളുമെല്ലാം വളരെ ശക്തമായതാണ്. ഈ വീഡിയോയിലെ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാവുന്നതിലും വളരെയധികം കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്നാലും അവയെല്ലാം നിങ്ങൾ ഗൗരവത്തോടെ സാവധാനത്തിൽ വായിക്കേണ്ടതാണ്. ഇവിടെ ഈ 12 ജ്ഞാനോപദേശങ്ങൾക്ക് മുൻപാകെ വച്ചിരിക്കുന്നത് ആമുഖ അധ്യായമാണ്. ഇത് ജ്ഞാനോപദേശങ്ങളുടെയും ഒറ്റവരികളുടെയും ഒഴുകുന്ന ഒരു അരുവിയാണ്. മുഴുവൻ പുസ്തകത്തിന്റെ പ്രധാന ആശയങ്ങളെ സംഗ്രഹിക്കുവാനാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. ഈ അധ്യായം യഥാർത്ഥത്തിൽ 2 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ നിങ്ങൾ കാണുവാൻ പോകുന്ന സൂചകപദങ്ങളും വിഷയങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. യാക്കോബ് ആരംഭിക്കുന്നത് അവന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ജീവിതം കഠിനമാണെന്ന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ തന്നെ ഈ ലേഖനം എഴുതിയതിന് കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ രക്തസാക്ഷിയായി തീർന്നു. എന്നാൽ അവൻ വിശ്വസിക്കുന്നത് ജീവിതത്തിലെ പരീക്ഷകളും കഷ്ടങ്ങളും വിരോധാഭാസമായ ദാനങ്ങളാണ്. അവ സഹിഷ്ണുത ഉളവാക്കുവാനും നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുവാനും കഴിയുന്നതാണ്. ദൈവത്തിന് നമ്മളിൽ കഷ്ടങ്ങളുടെ മധ്യത്തിൽ അതിശയകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. അവൻ നമ്മെ തികഞ്ഞവരാക്കുവാനും പൂർണ്ണമാകുവാനും സഹായിക്കുന്നു. ഇപ്പോൾ തികഞ്ഞ എന്ന ആ പദം യാക്കോബിന് വളരെ പ്രാധാന്യമുള്ളതാണ്. അവൻ അത് 7 പ്രാവശ്യം പുസ്തകത്തിൽ ആവർത്തിക്കുന്നുണ്ട്. എബ്രായ ബൈബിളിലും യവന ബൈബിളിലും ഈ പദം സമ്പൂർണതയെ സൂചിപ്പിക്കുന്നു. അതിനർത്ഥം പൂർണ്ണമായും സമന്വയിപ്പിച്ച ജീവിതം നയിക്കുക. അവിടെ നിങ്ങളുടെ പ്രവൃത്തികൾ യേശുവിൽ നിന്നും ലഭിച്ച വിശ്വാസങ്ങളോടും മൂല്യങ്ങളോടും പൊരുത്തമുള്ളതായിരിക്കും. യാക്കോബിനറിയാം നമ്മളിൽ ഭൂരിഭാഗം പേരും സ്വഭാവത്തിൽ അസ്ഥിരതയോടെ തകർന്നവരായാണ് ജീവിക്കുന്നത്. നാം എല്ലാവരും അംഗീകരിക്കുവാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്തവരാണ്. എങ്കിലും തകർന്ന ആളുകളെ പൂർവ്വസ്ഥിതിയിലാക്കുവാനും അവരെ പൂർണ്ണരാക്കുന്നതിനുമുള്ള ദൗത്യത്തിലാണ് ദൈവം. ഇത് ജ്ഞാനത്തിലൂടെയാണ് ആരംഭിക്കുന്നത്. ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ എന്റെ പ്രയാസങ്ങളെ കാണാനുള്ള ശേഷി. ദൈവം ഇതുപോലെയുള്ള ജ്ഞാനം ദൈവത്തിന്റെ സ്വഭാവത്തെ സംശയിക്കാതെ വിശ്വാസത്തിൽ യാചിക്കുന്നവർക്ക് ഔദാര്യമായി നൽകും. ദൈവത്തിനു മുന്നിലുള്ള നമ്മുടെ താഴ്മയുള്ളതും ശിഥിലവുമായ സ്ഥാനം തിരിച്ചറിയുമ്പോൾ വ്യാകുലപ്പെടുവാനോ അല്ലെങ്കിൽ അവനിൽ ആശ്രയിക്കുവാനോ തിരഞ്ഞെടുക്കുവാൻ നാം നിർബന്ധിതരാകുന്നു. അങ്ങനെ യഥാർത്ഥ ജ്ഞാനമെന്ന് പറയുന്നത് എന്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നല്ലവനെന്ന വിശ്വാസം തിരഞ്ഞെടുക്കുന്നതാണ്. അതിനാൽ ദാരിദ്ര്യമാണ് നിങ്ങളെ ജീവിതത്തിൽ പ്രയാസഘട്ടങ്ങളിലേക്ക് നയിക്കുന്നതെങ്കിൽ അതിനെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാൻ നിങ്ങളെ നിർബന്ധിക്കുന്ന ഒരു ദാനമായി കാണുവാനും ശ്രമിക്കുവാനും യാക്കോബ് നമ്മളോട് പറയുന്നു. കൂടാതെ ധനം ക്ഷണികമാണ്. വേനൽ ചൂടേറ്റ വനപുഷ്പം പോലെ അതെല്ലാം ഇല്ലാതെയാകും. അതുകൊണ്ട് നമ്മൾ പ്രയാസഘട്ടങ്ങളിൽ ആകുമ്പോൾ ദൈവത്തെ കുറ്റം വിധിക്കരുത്. മറിച്ച് നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ യേശു പഠിപ്പിച്ച ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കട്ടെ. അവ നമ്മുടെ പിതാവ് മഹാമനസ്കനാണ്. നമ്മുടെ വേദനകളിൽ നമ്മെ സന്ദർശിക്കുവാൻ അവനുണ്ട്. അവൻ വിശ്വാസയോഗ്യനാണ് എന്നിവയാണ്. ഈ ദൈവമാണ് യേശുവിലൂടെ പിതാവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് കഷ്ടങ്ങളെ നേരിടുന്ന പുതിയ മനുഷ്യരായി തീരുവാൻ നമുക്ക് പുതിയ ജനനം നൽകിയത്. യേശു ചെയ്തതുപോലെയാണിത്. അങ്ങനെ ഈ പുതിയ മനുഷ്യവർഗത്തെ നാം ദൈവത്തിന്റെ വാക്കുകളെ കേൾക്കുമ്പോൾ മാത്രമല്ല, അത് പറയുന്നത് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. യാക്കോബ് ദൈവത്തിന്റെ വചനത്തെ ഇവിടെ തികഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ തോറ എന്ന് വിളിക്കുന്നു. അവൻ ഇവിടെ സൂചിപ്പിക്കുന്നത് യേശുവിലുള്ള നമ്മളിൽ എത്തിയ തോറയുടെ മഹത്തായ കൽപ്പനയെയാണ്. അത് ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിക്കുവാൻ അവൻ നമ്മെ സ്വതന്ത്രനാക്കി എന്നതാണ്. അങ്ങനെയുള്ള സ്നേഹം എപ്രകാരമാണെന്ന് യാക്കോബ് പ്രായോഗികമായി കാണിക്കുന്നു. ഇതിന്റെ അർത്ഥം മറ്റുള്ളവരോട് സ്നേഹത്തോടും ദയയോടും സംസാരിക്കുക, ദരിദ്രരെ ശുശ്രൂഷിക്കുക, ദൈവത്തോട് പൂർണ്ണ ഭക്തിയുള്ളവരായി ജീവിക്കുക എന്നിവയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും എങ്ങനെയാണ് ഈ പ്രാരംഭ അധ്യായത്തിൽ 2 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിലെ 12 ഉപദേശങ്ങളിൽ വിവരിച്ചിരിക്കുന്ന മുഴുവൻ ആശയങ്ങളും സൂചകപദങ്ങളും അടങ്ങിയിരിക്കുന്നതെന്ന്. യാക്കോബ് യേശുവിന്റെയും സദൃശ്യവാക്യങ്ങളുടെ ജ്ഞാനത്തിലും മുഴുകി നിറഞ്ഞവനായിരുന്നു. അവൻ നമുക്ക് ഈ പുസ്തകത്തിൽ തന്നിരിക്കുന്നത് തന്റെ സ്വന്തം ജ്ഞാനം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ദാനമാണ്.
ഇത് യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായി മനോഹരമായി രൂപകൽപ്പന ചെയ്ത ആഴത്തിൽ സ്പർശിക്കുന്ന ഒന്നാണ്. ഇത് എല്ലാമാണ് യാക്കോബിന്റെ ലേഖനത്തിന്റെ ഉള്ളടക്കം.